പ്ലസ്മാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് ഞാൻ ഒരുപാട് നിങ്ങൾ നന്ദി പറയണം. ഒരുപാട് നന്ദി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ചാനൽ പോകുന്നത് നിങ്ങൾ കാരണമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ തരുന്ന ടോപ്പിക്കുകൾ. നിങ്ങൾ എനിക്ക് ഒരുപാട് നന്ദി നിങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ കാണുക. കാരണം PSC, SSC, ബാങ്ക് എക്സാം, അതുപോലെ IELTS, OIT, PT, TOEFL ഇങ്ങനെ തുടങ്ങിയ എക്സാംസ് എല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയ 4 ടോപ്പിക്കുകളാണത്. എന്താ പറയുക, ഹാസ്, ഹാവ്, ഹാഡ്, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, അതുകൊണ്ട് കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, പിന്നെ ഇഫ് ക്ലോസുകൾ. ഈ 4 ടോപ്പിക്കുകൾ ഇട്ടിട്ടുണ്ട്. അത് കാണുക. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണുക. വളരെ രസകരമായ രീതിയിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുന്നതായിരിക്കും അത് കണ്ടു കഴിയുമ്പോൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയ്ക്ക് പഠിക്കാൻ പോകുന്നത് എന്റെ പിള്ളേച്ച ആസ് ഇഫ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ്. ആസ് ഇഫ് എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചത് ആസ് ഇഫ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഗൈസ്. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ആൾക്കാരുടെ ഇടയിലുണ്ട്. ആസ് ഇഫ് എന്ന് പറയുന്നത് ആക്ച്വലി ലൈക്കിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ലൈക്കിന് പകരം യൂസ് ചെയ്യുന്നതല്ല പിള്ളേച്ച ആസ് ഇഫ്. ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. പക്ഷെ ചില കേസുകളിൽ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി തെറ്റാണത് ആക്ച്വലി. പക്ഷേ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കാൻ അമേരിക്കക്കാരൊക്കെ ചില സമയത്ത് ആസിഫിന് പകരം അവർ ലൈക്ക് യൂസ് ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലൈക്കിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ആസിഫ്. ലൈക്ക് വേറെയാണ്, ആസിഫ് വേറെയാണ്. അപ്പൊ ആസിഫിന്റെ മീനിങ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രമേ ഉള്ളൂ. നമ്മളല്ലേ അതുപോലെയാണ്, അല്ലെങ്കിൽ അത് കൂട്ടാണ്, അല്ലെങ്കിൽ അത് പോണക്കാണ്. അതിപ്പോ ഓരോ കേരളത്തിൽ ഓരോ രീതിയിലാണ് ഈ സ്ലാങ് വരുന്നത്. അപ്പൊ അതുപോലെയാണ് എന്ന് പറയാൻ തുടങ്ങി എനിക്കൊന്നും ജനറലി എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മളതെ അതുപോലെയാണ്, അല്ലെങ്കിൽ അത് പോണക്കാണ്. ഇപ്പൊ ഈ പത്തനംതിട്ടയിലൊക്കെ വരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയും അത് കൂട്ടാണെന്ന് എപ്പോഴും പറഞ്ഞു. ഞങ്ങൾ അത് കൂട്ടാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അല്ലെങ്കിൽ അത് പോണക്കാണെന്നൊക്കെ ഞങ്ങളിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെയാണെന്നുള്ള മീനിങ്. അപ്പൊ അതുപോലെ എന്ന് പറയാനായിട്ട് നമ്മൾ ആസ് ഇഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ലൈക്കിന് പകരമല്ല. അപ്പം നമ്മൾ ആസ് ഇഫിന് കുറെ യൂസേജുകളുണ്ട് ആക്ച്വലി. ഒരു 5-6 യൂസേജ് ഉണ്ട്. ആ യൂസേജുകളെല്ലാം നമ്മൾ ഇത് പഠിക്കും. എൻ്റെ പിള്ളേച്ച നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഒന്നാമത്തെ പിടിച്ചു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പാരിസന് വേണ്ടി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ സെൻസ് നമ്മൾ നോക്കി. സരസു ഈസ് ടോക്കിംഗ് ആസ് ഇഫ് ഷീ വർ ദ ക്വീൻ ഓഫ് കേരള. ആ സ്ട്രക്ചറോട് നോക്കി വിളിച്ച സരസു ഈസ് ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എഴുതി. സരസു ഈസ് ടോക്കിംഗ് ആസ് ഇഫ് ഷീ വെർ ദ ക്വീൻ ഓഫ് കേരള. കണ്ടോ, ആസ് ഇഫ് കഴിഞ്ഞു വരുന്ന സാധനം നമ്മൾ എപ്പോഴും ഹൈപ്പോത്തറ്റിക്കൽ കേസുകളായിരിക്കും പറയുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ മലയാളത്തിലോട്ട് മാറ്റുവാണെങ്കിൽ ഇങ്ങനെ വരും. സരസു സംസാരിക്കുന്നത് അവളായിരുന്നു കേരളത്തിന്റെ രാജ്ഞി എന്ന പോലെയാണ്. കണ്ടോ, അല്ലെങ്കിൽ അവളായിരുന്നു കേരളത്തിന്റെ രാജ്ഞി എന്ന കൂട്ടാണ്, അല്ലെങ്കിൽ അവളായിരുന്നു കേരളത്തിന്റെ രാജ്ഞി എന്ന പോണക്കാണ്. ഇതൊക്കെ നമ്മൾ ഓരോ ജില്ലയ്ക്ക് അനുസരിച്ച് ആ സ്ലാങ് മാറും. അപ്പൊ എന്നതുപോലെയാണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആണെന്ന പോലെ എന്നുള്ള മീനിങ് ആണ്. ആണെന്ന പോലെ എന്ന് പറഞ്ഞാൽ അവൾ സരസു സംസാരിക്കുന്നത് അവളായിരുന്നു കേരളത്തിന്റെ രാജ്ഞി ആണെന്ന പോലെയാണ്, അല്ലെങ്കിൽ എന്ന പോലെയാണ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ലൈക്ക് ചെയ്താൽ പറ്റത്തില്ല. അതിന് ആസ് ഇഫ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇപ്പം നിങ്ങൾ സ്ട്രക്ചർ ഒന്ന് നോക്കി. സ്ട്രക്ചറിനകത്ത് ആസ് ഇഫ് കഴിയുമ്പോൾ നമ്മൾ സബ്ജക്ട് എഴുതി ഷീ കഴിഞ്ഞ് നമ്മൾ വെർ ആണ് എഴുതിയത്. ഷീ സിംഗുലർ ആണെങ്കിൽ പോലും നമ്മൾ വാസ് അവിടെ എഴുതിയില്ല, വെർ ആണ് എഴുതിയത്. എന്തുകൊണ്ടാണ്? ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്, സാങ്കല്പിക ഒരു കാര്യമാണ് നമ്മൾ അവിടെ പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എക്സാമിനൊക്കെ സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷീ വെർ എന്ന് തന്നെ എഴുതണം, അല്ലെങ്കിൽ വി വെർ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വെർ തന്നെ അവിടെ വരണം. അതേസമയം ഇൻഫോർമൽ ടോക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാസ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് സ്കോർ കിട്ടത്തില്ല. ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. അപ്പൊ സരസു ഈസ് ടോക്കിംഗ് ആസ് ഇഫ് ഷീ വെർ ദ ക്വീൻ ഓഫ് കേരള. എന്നാൽ സരസു സംസാരിക്കുന്നത് അവളായിരുന്നു കേരളത്തിന്റെ രാജ്ഞി എന്നതുപോലെയാണ്. കണ്ടോ, അതുപോലെയാണ്. ആ ഒരു മീനിങ് ആണ് അവിടെ വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു സെൻസ് നോക്കി. They stared at us as if we were crazy. കണ്ടോ, they stared at us as if we were crazy. കണ്ടോ, എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഞങ്ങളിങ്ങനെ തുറിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം വട്ടന്മാരാണെന്ന പോലെ, അതിന് ഞങ്ങളെല്ലാം ഭ്രാന്തന്മാരാണെന്ന പോലെ. കണ്ടോ, ആണെന്ന പോലെ എന്നുള്ള മീനിങ് ആയിട്ടാണ് നമ്മൾ ആസ് ഇഫ് അവിടെ യൂസ് ചെയ്യുന്നത്. They stared at us as if we were crazy. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ല എങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. സബ്ജക്ട് സിംഗിൾ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ആസ് ഇഫ് കഴിയുമ്പോൾ വെർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. പ്ലൂറൽ വെർബ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇൻഫോർമൽ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈസും ആക്ച്വലി വാസും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പരീക്ഷ എഴുതി വെക്കുമ്പോൾ സ്കോർ കിട്ടാൻ പോകുന്നില്ല. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത ഉപയോഗം പഠിക്കാം. അടുത്ത ഉപയോഗം എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇഡിയമാണ്. എന്ന് പറഞ്ഞാൽ ആ ഇഡിയം എന്നാണ് ഇങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. എന്താ വിളിച്ചു? ആസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ. ആസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ. ഇത് അമേരിക്കൻസിന്റെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. ആസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ,
എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കും നമുക്ക് ഒരു മലയാളം മീനിങ് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ ഇതൊന്നും കാണത്തില്ലെന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച് വാരി വലിച്ച് കിട്ടാവുന്ന അത്രയും വാങ്ങിക്കുക, കിട്ടാവുന്ന അത്രയും എടുക്കുക, കിട്ടാവുന്ന അത്രയും കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്ന് പറഞ്ഞാൽ നാളെ ഇതൊന്നും കാണത്തില്ലെന്നുള്ള പോലെ, നാളെ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന ആ ഒരു ചിന്തയിൽ ഇങ്ങനെ വാരി വലിച്ച് കഴിയുക, കിട്ടാൻ അത്ര മാക്സിമം ഒന്ന് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലൊക്കെ എടുക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലേ. ആ ഒരു മീനിങ് ആണ് ഇതിലും അല്ലേ. അപ്പൊ ഈ സെൻസ് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അർത്ഥം കൊണ്ട് മനസ്സിലാവും. ഈ കേസിലും ആസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് ഇൻഫോർമൽ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഗ്രാമാറ്റിക്കലി അവിടെ വരണമെന്നുണ്ടെങ്കിൽ ആസ് ഇഫ് ഇറ്റ് വെർ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ എന്ന് തന്നെ വരണം. ഈ സെൻസ് നമ്മൾ നോക്കും. പിള്ളച്ചൻ ഈസ് ഈറ്റിംഗ് പീസ ആസ് ഇഫ് ഇറ്റ് വെർ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ. കണ്ടോ, പിള്ളച്ചൻ ഈസ് ഈറ്റിംഗ് പീസ ആസ് ഇഫ് ഇറ്റ് വെർ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ. കണ്ടോ, ഇറ്റ് സിംഗിൾ ആണ് സബ്ജക്ട്, പക്ഷെ നമ്മൾ വെർ ആണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞത്? പിള്ളച്ചൻ ഇപ്പൊ പീസ കഴിച്ചുകൊണ്ടിരിക്കുന്ന നാളെ ഒന്നും അത് കിട്ടത്തില്ലെങ്കിലോ എന്നുള്ളൊരു മട്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലാണ്. എന്ന് പറഞ്ഞാൽ നാളെ പീസ കാണത്തില്ലെങ്കിലോ എന്നൊരു വിചാരത്തിൽ, അങ്ങനെ ഒരു തോന്നലാണ് പിള്ളച്ചൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, എന്ന് പറഞ്ഞാൽ പിള്ളച്ചൻ കിട്ടാനത്ര മാക്സിമം പീസ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാരി വലിച്ച് പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പോകുന്നു പറഞ്ഞാൽ നാളെ അത് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നാളെ അത് കിട്ടാതിരുന്നെങ്കിലോ എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് അവിടെ വരുന്നത്. ഇനി നിങ്ങൾ അടുത്തൊരു സെൻസ് നോക്കൂ. Pillajan has been eating pizza as if it were going out of style. Pillajan has been eating pizza as if it were going out of style. എന്ന് പറഞ്ഞാൽ പിള്ളേച്ചൻ കുറെ നാളായിട്ട് കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഹാസ് ബീനും ഈസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞ സെൻസിൽ പിള്ളേച്ചൻ ഈസ് ഈറ്റിംഗ് പീസ എന്ന് പറഞ്ഞാൽ പിള്ളേച്ചൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹാസ് ബീൻ ഞാൻ ഇട്ട് കഴിയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. എന്ന് പറഞ്ഞാൽ പിള്ളേച്ചൻ കുറച്ചു കാലം മുന്നേ കഴിക്കാൻ തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ടേ പിള്ളേച്ചൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭാവത്തിലാണ്. എന്ന് പറഞ്ഞാൽ നാളെ അത് കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭാവത്തിലാണ്. അതാണ് ഹാസ് ബീൻ ഈസും നമ്മൾ വരുമ്പോൾ ആ സെന്റൻസിലുള്ള മീനിങ് വരുന്നത്. അത് കുറെ കാലമായിട്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ പ്രസന്റ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈസ് മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിള്ളേച്ചൻ ഹാസ് ബീൻ ഈറ്റിംഗ് പിസ്സ ലൈക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. പിള്ളേച്ചൻ ഹാസ് ബീൻ ഈറ്റിംഗ് പിസ്സ ആസ് ഇഫ് ഇറ്റ് വെർ ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റൈൽ. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ ആ സെൻസ് എങ്ങനെയാണെന്ന്? അതാണ് എന്താ പൂച്ച. ഇനി നമുക്ക് അടുത്ത യൂസ് നമ്മൾ പഠിക്കാം. അടുത്ത യൂസ് പറഞ്ഞാൽ പിള്ളേച്ചൻ എത്രയേ ഉള്ളൂ. ആസ് ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആസ് ഇഫ് ഐ കെയർ എന്ന് യൂസ് ചെയ്യാൻ പഠിക്കണം പിള്ളേച്ച. അതാണ് കിടിലൻ യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ആസ് ഇഫ് ഐ കെയർ എന്ന് പറയാം. ഇപ്പൊ ഒരു കോൺടെക്സ്റ്റ് നോക്കിയോ. ഇപ്പൊ എന്നോട് നമ്പൂരിശം എന്ന് പറയാം, നമ്പൂരിശ പിള്ളേച്ച അറിഞ്ഞോ സരസു പുരുഷനെ കല്യാണം കഴിക്കാൻ പോവാ. ഞാൻ പറയാം ഞാൻ എന്താ വേണം ഐ ഡോണ്ട് കെയർ. ആ ഒരു കോൺടെക്സ്റ്റ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നോക്കിയോ. നമ്പൂരിശം പിള്ളേച്ച സരസു ഈസ് പ്ലാനിങ് ടു മാരി പുരുഷു. അപ്പൊ പിള്ളേച്ച എവിടെ നിന്ന് പറയാണ് ആസ് ഇഫ് ഐ കെയർ. ആസ് ഇഫ് ഐ കെയർ എന്ന് പറയാം. അത് പിന്നെ എനിക്ക് വലിയ കാര്യമൊന്നും. ആസ് ഇഫ് ഐ കെയർ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. പിള്ളേച്ച ഹി ഈസ് പ്ലാനിങ് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. പിള്ളേച്ച അവൻ മൗണ്ട് എവറസ്റ്റ് കയറാൻ പോവാ. ആസ് ഇഫ് ഐ കെയർ എന്ന് പറയാം. പിന്നെ ഐ ഡോണ്ട് കെയർ എന്ന് പറയാം. അവൻ കയറായിരിക്കും എന്തെങ്കിലും ചെയ്താൽ അത് ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമല്ല. ഐ ഡോണ്ട് കെയർ ആസ് ഇഫ് ഐ കെയർ. അപ്പൊ നിങ്ങൾക്ക് ഐ ഡോണ്ട് കെയർ എന്ന് എവിടെയൊക്കെ പറയുന്ന കേസുകളുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് ആസ് ഇഫ് ഐ കെയർ എന്ന് തന്നെ പറയാം. ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ കാണിക്കുക. എക്സ്ക്ലമേഷൻ എന്നുള്ളത് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെ പറ്റി പറയാനായിട്ട് എന്താ പറയുക, അത് നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള കേസിൽ പറയാനായിട്ട് നമുക്ക് ആസ് ഇഫ് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒന്നും പറയണ്ട, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ആസ് ഇഫ്, അത്രയും മാത്രം പറയുന്നത് ആസ് ഇഫ്. ഈ സെൻസ് ഒന്ന് നോക്കൂ. പിള്ളേച്ച ഐ ഹേഡ് യു ആർ പ്ലാനിങ് ടു മാരി സരസു. പറഞ്ഞ പിള്ളേച്ച വേണം ആസ് ഇഫ് എന്ന് പറയാം. ആസ് ഇഫ് ഐ വുഡ് മാരി ഹിം അല്ലെങ്കിൽ ഐ വുഡ് മാരി ഹെർ എന്നുള്ള മീനിങ് എന്ന് പറയാം. പിന്നെ എന്താ പറയുക, ഇപ്പൊ ഞാൻ കെട്ടാൻ പോവാ അവളെ. മലയാളത്തിൽ പറയത്തില്ലേ അത് ഇപ്പൊ ഞാൻ ചാടാൻ പോവാ. പിന്നെ ഞാനിപ്പോ അവളെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല എന്ന് കാണിക്കാനായിട്ട് അപ്പൊ ആസ് ഇഫ് എന്ന് മാത്രം പറയാം. പിള്ളേച്ച ഐ ഹേഡ് യു ആർ പ്ലാനിങ് ടു മാരി സരസു. ആസ് ഇഫ് എന്ന് പറയാം. ആസ് ഇഫ് ഐ വുഡ് മാരി ഹെർ. ഐ ആം നോട്ട് ഗോയിങ് ടു മാരി ഹെർ. അത് ചുമ്മാ എവിടുന്ന് കേട്ടതാണ്, നടക്കാൻ പോകുന്നില്ല. പിള്ളേച്ച ഐ ഹേഡ് ഹി ഈസ് പ്ലാനിങ് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് എന്താണ്? പിള്ളേച്ച അവന് മൗണ്ട് എവറസ്റ്റ് കയറാൻ പോവാണ്. പിന്നെ അവനിപ്പോ കയറാൻ പോവാ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് അവൻ അത് ചെയ്യാനുള്ള കഴിവില്ല അല്ലെങ്കിൽ നടക്കാനുള്ള ചാൻസ് ഇല്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ആസ് ഇഫ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതാണ് ഒരു കോൺടെക്സ്റ്റ്. നമുക്ക് അഞ്ചാമത്തെ ഉപയോഗം പഠിക്കും. അഞ്ചാമത്തെ ഉപയോഗം വളരെ സിമ്പിൾ ആണ് എന്റെ പിള്ളേച്ച. അഞ്ചാമത്തെ ഉപയോഗം ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡിഫിക്കൽട്ട് കണ്ടീഷൻ കാണിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കാനായിട്ട് നമുക്ക് ആസ് ഇഫ് യൂസ് ചെയ്യാൻ പറ്റും. ഈ സെൻസ് അങ്ങോട്ട് നോക്കി. Sarasu told me to help Pillajan with his project. അപ്പോൾ നമ്പൂരിശു വന്ന് എന്നോട് പറഞ്ഞു, പിള്ളച്ച സരസു told me to help പുരുഷു with his project. സരസു വന്ന് എന്നോട് പറഞ്ഞു പിള്ളേച്ചൻ്റെ പ്രോജക്റ്റില് പുരുഷുവിന്റെ പ്രോജക്റ്റിൽ ഞാനൊന്ന് സഹായിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ലാത്ത കൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഒരുപാട് ജോലി ചെയ്യാനുണ്ട്.
പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ സരസു എന്നോട് പറയുകയാണ് പിള്ളേച്ചനെ പുരുഷുവിനെ ഞാൻ ആ പ്രൊജക്ട് ചെയ്യാൻ സഹായിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇങ്ങനെ പറയും, പിള്ളച്ച, Sarasu told me to help Purushu with this project as if I don't have any other job to do. കേട്ടോ, ആ ഒരു നമ്മൾ ദേഷ്യം കാണിക്കുക, ആ ഒരു ഡിഫിക്കൽട്ട് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ് ഇഫ് ഐ ഡോണ്ട് ഹാവ് എനി അതർ ജോബ് ടു ഡു എന്ന് പറയാം. എനിക്ക് വേറൊരു ജോലി ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇതുകൂടെ വന്ന് അതിൻ്റെ മണ്ടയ്ക്ക് ചെയ്യാൻ പറഞ്ഞേക്കുക. അത് ഡിഫിക്കൽട്ടി കാണിക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആസ് ഇഫ് ഐ ഡോണ്ട് ഹാവ് എനി അതർ ജോബ് ടു ഡു എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേറൊരു ജോലിയും ചെയ്യാനില്ലാത്ത പോലെ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ജോലിയും ചെയ്യാനില്ലാത്ത കൂട്ട്. കേട്ടോ, അതാണ് ആ ഒരു കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് യൂസ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ലൈക്കിന് പകരം അല്ല ആസിഫ് യൂസ് ചെയ്യുന്നതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ലൈക്ക് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് നൗണിനെ മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യത്തുള്ളൂ. ആസിഫ് വെച്ച് നമുക്ക് പ്രവൃത്തിയെ ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ലൈക്ക് ആണെങ്കിൽ നമ്മൾ നൗണിനെ മാത്രമേ കമ്പയർ ചെയ്യത്തുള്ളൂ. അതേസമയം രണ്ട് പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ ആസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും. അപ്പം ഞാനിപ്പോൾ പറയാമെന്ന് വെച്ചു, Sarasu looks like she has seen a ghost. Sarasu looks like she has seen a ghost. എന്ന് പറഞ്ഞാൽ സരസുവിനെ കണ്ടിട്ട് ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുന്ന കൂട്ടുണ്ടല്ലോ എന്നാണ്. ഒരു പ്രേതത്തിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്ന പോലെയുണ്ടല്ലോ എന്നുള്ള പറയുന്നതാണ്. അപ്പം Sarasu looks like she has seen a ghost. പക്ഷെ ഗ്രാമാറ്റിക്കലി ഈ സെന്റൻസ് തെറ്റാണ്. കാരണം ഇത് ഇൻഫോർമലായിട്ട് നമുക്ക് അമേരിക്കയിലൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. കാരണം സരസു എന്ന് പറയുന്നത് നൗണാണ്. സരസുവിനെ കമ്പയർ ചെയ്തേക്കുന്ന ലൈക്ക് വെച്ച് നമുക്ക് ഒരു പ്രവൃത്തിയെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രവൃത്തി എന്തുവാ, തോന്നുന്നു എന്നുള്ള സീൻ, കാണുന്നു എന്നുള്ള മീനിങ് ആണ്, സീനാണ്. അപ്പോൾ സീനിനെ സരസുവിനെ കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സരസു ഒരു നൗണാണ്, സീൻ ഒരു വെർബാണ്. അപ്പോൾ ഒന്നുകിൽ രണ്ട് നൗൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ പറയാം, സരസു ലുക്സ് ലൈക്ക് പുരുഷു. കണ്ടോ, അപ്പൊ സരസു ഒരു നൗണായി പുരുഷു. സരസുവിനെ കണ്ടിട്ട് പുരുഷന്റെ കൂട്ടുകാരുണ്ടല്ലോ, രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഇത് അവിടെ അല്ല, ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. Sarasu looks as if she has seen a ghost. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. Sarasu looks as if she has seen a ghost എന്ന് പറഞ്ഞാൽ സരസുവിനെ കണ്ടിട്ട് ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയാനായിട്ടാണ്. പക്ഷെ ലൈക്ക് ആൾക്കാർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഫോർമൽ ഇംഗ്ലീഷിൽ. അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്, നിങ്ങൾ അത് എപ്പോഴും ഓർത്തിരിക്കണം. ഇനി അടുത്തൊരു സെൻസ്, ഈ ഒരു സെൻസ് നോക്കിയോ, ലെറ്റ്സ് പ്രിറ്റൻഡ് ആസ് ഇഫ് ഇറ്റ് നെവർ ഹാപ്പൻഡ്. കണ്ടോ, ലെറ്റ്സ് പ്രിറ്റൻഡ് ആസ് ഇഫ് ഇറ്റ് നെവർ ഹാപ്പൻഡ്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇത് എപ്പോഴും തെറ്റായിട്ടാണ് പറയുന്നത്. കൂടുതൽ ആൾക്കാരും പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, ലെറ്റ്സ് പ്രിറ്റൻഡ് ലൈക്ക് ഇറ്റ് നെവർ ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടന്നിട്ടില്ല എന്ന കൂട്ടത്തിൽ നമുക്ക് ഭാവിക്കാം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാം എന്നുള്ള പറയുന്ന സാധനം. ആ ലൈക്ക് അവിടെ തെറ്റാണ് ഗൈസ്. കാരണം പ്രിറ്റൻഡ് നൗൺ അല്ല, ഹാപ്പൻഡ് നൗൺ അല്ല, ഇതൊക്കെ വെർബാണ്. വെർബിൻ്റെ കൂടെ നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിയായിട്ട് പറയുമ്പോൾ let's pretend as if it never happened. Let's pretend as if it never happened. പക്ഷേ let's pretend like it never happened എന്ന് ആൾക്കാർ പറയുന്നവരുണ്ട്. അമേരിക്കയിലും UK യിലും ഒക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് ഗ്രാമാറ്റിക്കലി നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കാന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ let's pretend as if it never happened എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ള ഭാവത്തിൽ നമുക്കങ്ങ് നടിക്കാം, പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ആസിഫിന്റെ യൂസുകൾ. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസ്, ഈ 6 കേസിന്റെ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എന്നെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. കാരണം ടിക്ടോക്കിൽ എന്ന് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ ടിപ്പ്, പ്രൊനൗൺസിയേഷൻ, യൂസേജ്, ന്യൂ വേർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടിക്ടോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോസിൽ അപ്പം തന്നെ ഇടുന്നുണ്ട്. അത് മാത്രമല്ല, ബാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ എന്നെ ഫോളോ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഗൈസ്, നിങ്ങൾ ഇതൊക്കെ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം. ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ്, നിങ്ങൾ ദയവ് ചെയ്ത് സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. എന്താ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പിക്ചർ എടുത്ത് അയച്ചു തരിക. തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഞാൻ തിരുത്തി തരും, തെറ്റെന്താണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരും. പക്ഷേ വളരെ വളരെ ചുരുക്കം പേര് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അതെനിക്ക് ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. തെറ്റ് വരുമെന്ന് പേടിക്കണ്ട, ആ തെറ്റ് തിരുത്താനാണ് ഈ പിള്ളേച്ചനുള്ളത്. ഞാൻ തിരുത്തി തരും നിങ്ങളുടെ തെറ്റ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് സെൻറ്റൻസ് സ്വന്തമായിട്ട് എഴുതുക, എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ചർ എടുത്ത് അങ്ങോട്ട് അയച്ചു തരിക. ഞാൻ ആ തെറ്റങ്ങോട്ട് തിരുത്തി നിങ്ങൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അതിനകത്തൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട, അതിനകത്തൊന്നും യാതൊരു നാണക്കേടുമില്ല. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല, നമ്മൾ സബ്സ്ക്രൈബ് സ്റ്റാറിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വർക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷനൊക്കെ തരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറായിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. എൻ്റെ ഒരു പാട്രോണായിട്ടും പേട്രിയോണിലും സബ്സ്ക്രൈബ് സ്റ്റാർ രണ്ടിലും ആക്ച്വലി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, കാരണം യൂട്യൂബിൽ അത്ര വലിയ വരുമാനമൊന്നും കിട്ടാറൊന്നുമില്ല, വളരെ തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ എനിക്ക് ചെറിയ ഡൊണേഷനൊക്കെ എന്തെങ്കിലും തരാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. ഒന്നും കേട്ടോ, എൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്ത വീഡിയോ നമ്മൾ ഇടാൻ പോകുന്നത് ഡു ജസ്റ്റ് ഡിഡ് ആണ്. ഈ ഡൂം ജസ്റ്റും ഡിഡും എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ് അടുത്ത വീഡിയോ നമ്മൾ വരാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. പീസ് ഔട്ട്.